ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ പപ്പായയുടെ ഇല ഉണ്ടല്ലോ, അത് ഒരില മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കത്രിക വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഒറ്റ ഇലയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പപ്പായയില വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മാത്രം മതി, ധാരാളമാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തൊണ്ട്, ആ ഒരു തോട് മാത്രം മതി കേട്ടോ. നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തോട് മാത്രം മതി. ഇതേപോലെ അതിനകത്തോട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് ഇതേപോലെ ഇട്ട് കൊടുത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങയുടെ ആ പിഴിഞ്ഞ ഒരു തോടും അതേപോലെ തന്നെ ഈ കപ്പയ്ക്കായിലെന്നും പറയും, പപ്പായയിലെന്ന് പറയും. അപ്പോൾ പപ്പായയിലയുടെ ഈ ഒരു എസെൻസും എല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടിട്ട് അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് വെട്ടിത്തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. അതിപ്പം നല്ല രീതിയിൽ ഒന്ന് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും. അതേപോലെ ഗ്ലാസിൻ്റെ ബൗളുകൾ, അതേപോലെ ഗ്ലാസ്സുകൾ ഒക്കെ നമുക്കിത് വെച്ചിട്ട് തേച്ച് കഴിയാനായിട്ട് പറ്റും. ഗ്യാസ് അടുപ്പ്. ഇപ്പോൾ ഇതാണ്ട് ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് ഫുള്ളെല്ലാം ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ പാത്രം കഴിയുമ്പോൾ ഒരു പത വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ദാണ്ട കുറച്ച് പരലുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പരലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് അലിഞ്ഞ് വരും, കാരണം ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞ് വരും. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് ഒരു മണവും കൂടെ കിട്ടും. അപ്പോൾ ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ നമ്മൾ അരിച്ചെടുത്ത ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇല വെച്ചിട്ട് തന്നെ എല്ലാം തേച്ചെടുക്കാൻ ചകിരിക്ക് പോയാലും. അപ്പോൾ അതുകൊണ്ട് ആ സ്പൂണ് അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ, നമ്മൾ വെറുതെ ജസ്റ്റ് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ നമുക്ക് തേച്ചെടുക്കാം കേട്ടോ. ചകിരിയോ സ്ക്രബ്ബറോ കാര്യങ്ങളൊന്നും വേണ്ട. ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ തേക്കുമ്പം തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു തിളക്കം, അതിനകത്തുള്ള ചായക്കറയെല്ലാം പോയിട്ട്, അപ്പോൾ ഒരുപാട് നമ്മൾ ചകിരിയും ഇതൊന്നും കൊടുത്ത് ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ അലർജി, കയ്യിൽ സോപ്പൊക്കെ തൊടുന്നവർക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കപ്പയ്ക്കാടെ ഇല കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് പാത്രമൊക്കെ തേച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പിന്നെ അതിനകത്തോട്ട് ഒരു കറയോ അഴുക്കോ ഒന്നും കയറി പിടിക്കത്തില്ല. കുറേ നാൾ വരെ നമുക്ക് ആ ഒരു തിളക്കം കിട്ടും പാത്രത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്ര ഉപയോഗിച്ചാൽ ആ ഒരു പാത്രത്തിൻ്റെ ഒരു തിളക്കം നമുക്ക് കുറേ നാൾ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ മുമ്പൊക്കെ ചാരം ഇട്ട് പുറത്ത് വെച്ച് തേച്ച് കഴുകാറല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോഴത്തേനും ആ പാത്രത്തിനൊരു തിളക്കം കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു തിളക്കം നമുക്ക് ഈ ഒരു പപ്പായയില വെച്ചിട്ട് കഴിയുമ്പം തന്നെ ഉണ്ടാകും കേട്ടോ. കണ്ടോ, അതിനകത്തുള്ള ആ കറയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഗ്ലാസ് ബൗളും അതുപോലെ തന്നെ ഗ്ലാസും എല്ലാം തേച്ച് കഴുകിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സിങ്ക് തേച്ച് കഴുകിയെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കഴിയുന്നതിന് ശേഷം ആ ഒരു ഇല ഈ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് നമുക്ക് സിങ്ക് തേച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ കണ്ടോ പാത്രത്തിൻ്റെ ഒരു തിളക്കം. ഇനി നമുക്ക് സിങ്ക് ആ ഒരു ഇല വെച്ചിട്ട് തന്നെ ഇതേപോലെ മുക്കിയിട്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ ഇഴുക്കൽ കാണാം. കാരണം നമ്മൾ സ്ഥിരം സിങ്കൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ എപ്പോഴും എത്ര കഴുകിയാലും ദിവസവും നമ്മളത് തേച്ച് കഴിയില്ലെങ്കിൽ അതിനകത്തൊരു ഇഴുക്കലൊക്കെ കാണും അല്ലേ. അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അത് നല്ല രീതിയിൽ ഇതേപോലെ തന്നെ കിടന്നോളൂ കേട്ടോ. അതിനകത്ത് പെട്ടെന്ന് കയറി എണ്ണമയോ ഒഴുക്കലൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ ആ നാരങ്ങയുടെ തൊണ്ടും അതേപോലെ തന്നെ ഇലയും വെച്ചിട്ട് ആ വെള്ളം വെച്ചിട്ടൊന്ന് തേച്ച് കഴിയാൽ മതി. എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പം തന്നെ ആ ഒരു സിങ്കിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ,
അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ടാപ്പ് അത് വെച്ചിട്ട് തന്നെ ടാപ്പൊക്കെ തേക്കാവേ. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സ്ഥിരം വെള്ളം വയ്ക്കുന്ന ബക്കറ്റ്, മഗ് എല്ലാം തേച്ച് കഴിച്ചാൽ കേട്ടോ അതിനകത്തൊരു ഇഴുക്കലൊക്കെ മാറി കിട്ടും. പ്രത്യേകിച്ച് അതിനകത്ത് നമ്മൾ ഉപ്പും കൂടി ഇട്ടിരിക്കുകയല്ലേ, ഉപ്പ്, നാരങ്ങ തൊലി ഇതൊക്കെ ചേരുമ്പം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഇഴുക്കലൊക്കെ അതുകൊണ്ട് ബക്കറ്റ് ഈ ഒരു വെള്ളം സോപ്പും വെച്ചിട്ട്, സോപ്പല്ല ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇല വെച്ചിട്ട് തേച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇഴുക്കലൊക്കെ മാറിയിട്ട് ബക്കറ്റ് പുതിയതുപോലെ ആവുകയും അതേപോലെ തന്നെ മഗ് എല്ലാം ഇതേപോലെ കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും കയ്യിൽ പൊട്ടലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. മിക്കവർക്കും സ്ക്രബ്ബറൊക്കെ പിടിക്കുമ്പം കയ്യിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തേച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അകത്ത് നമുക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു അഴുക്ക് എല്ലാം നല്ല രീതിയിൽ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ബക്കറ്റിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് കഴിയുമ്പം തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പും അതേപോലെ തന്നെ എല്ലാം തേച്ചെഴുകാനായിട്ട് പറ്റും. അപ്പം അതേപോലെ ക്ലോസറ്റൊക്കെ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ ക്ലോസറ്റൊക്കെ നല്ല രീതിയിൽ വെട്ടം കിട്ടും കേട്ടോ. അതേപോലെ സിങ്ക്, വാഷ് ബേസിൻ എല്ലാം ഇത് വെച്ച് തേക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു വെള്ളത്തിനകത്ത് മുക്കിയിട്ട് ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ സ്റ്റീലിൻ്റെ തട്ടുണ്ടല്ലോ അത് ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റീലിൻ്റെ തട്ടൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ. എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.